യെസ്. അപ്പോൾ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ 1947 ഇൻഡോ പാക് യുദ്ധത്തിൽ അന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ മൂലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചൊരു ചരിത്ര സാഹചര്യമൊക്കെ ഉണ്ട്. ആ നിലയിൽ അമേരിക്കയുടെ നിർണായകമായ ഇടപെടലൊപ്പം രാത്രി നീളം നീണ്ട ചർച്ചകൾ ഒരു വെടിനിർത്തലിലേക്ക്, അത് സമവായ ചർച്ചയിലേക്ക് എത്തുമ്പോൾ ഇനിയുള്ളത് സമാധാനം പുലരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാധാനം പുലരും. ആ നിലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ വിക്രം മിശ്രയുടെ വാക്കുകളാണ് അതിലേക്ക്. General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you. യെസ്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും PJ അരുൺ കൂടി ചെയ്യുന്നുണ്ട്. PJ അരുൺ, നോക്കൂ, ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധമായിരുന്നു ഇന്ത്യയുടേത്. ഒപ്പം തന്നെ മുറിവേറ്റ സ്ഥിതിക്ക് തങ്ങൾ പിന്മാറില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പാകിസ്ഥാനും എത്തുന്നു. അപ്പോൾ അമേരിക്ക എത്തുന്നു. നിർണായകമായ ചർച്ചകൾ നടക്കുന്നു. ഒരു ദിവസം നീണ്ട ചർച്ച, രാത്രിയോളം നീണ്ട ചർച്ചകൾ, അത് സമവായത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരുന്നു അമേരിക്കയുടെ ആ ഇടപെടൽ? മാത്രമല്ല, എങ്ങനെയാണ് ആ ചർച്ച നീണ്ടത് എന്നതുകൂടിയുണ്ട്. PJ അരുൺ. പക്ഷേ തീർച്ചയായും ഇതിൽ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം വിക്രം മിശ്രി നടത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശ്വാസകരമായ വാർത്ത നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് കൃത്യമായി എല്ലാവരും പോകണം. ഇത് ഒരു ഔദ്യോഗികമായ വിശദീകരണമാണ്. ഇതിൽ വൈറലായിട്ടുള്ള അല്ലെങ്കിൽ വൈറലാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തന്നെ ഒരു ധാരണയില്ല. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രത്യേകിച്ച് മധ്യസ്ഥത വഹിച്ച അമേരിക്കയുടെയും ഔദ്യോഗികമായ വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. വെടിനിർത്തൽ കരാറിന് ഇരു രാജ്യങ്ങളും തയ്യാറായിരിക്കുന്നു. ഈ ഒരു വെടിനിർത്തൽ കരാർ രാവിലെ 5 മണിയോടുകൂടി നിലവിൽ വരും. എന്തായാലും ഔദ്യോഗികമായി രാവിലെ 5 മണിയോടുകൂടി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് പറയുന്നെങ്കിലും അനൗദ്യോഗികമായി ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3:35 DGMO ആണ് മിലിറ്ററി ഓപ്പറേഷന്റെ DGMO ഒരു യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ വിദഗ്ധർ പങ്കെടുത്തു, പ്രതിരോധ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ധാരണ വെടിനിർത്തൽ കരാറിലേക്ക് പോകണം എന്നുള്ള തരത്തിലായിരുന്നു. ആ ധാരണയിലേക്ക് എത്തി. ഈ ഒരു ധാരണ അംഗീകരിച്ചിരിക്കുകയാണ്, തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. അതിന് മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയാണ് എന്നുള്ള തരത്തിലുള്ള അവകാശവാദങ്ങളുമായി ട്രംപ് വന്നിരിക്കുന്നു. എന്തായാലും 3:30 കൂടിയായിരുന്നു ഈ യോഗം. ട്രംപ് പോസ്റ്റ് ഇട്ടത് 5:30 കൂടിയായിരുന്നുവെങ്കിലും യെസ്. PJ അരുൺ തുടരി. ഇപ്പോൾ ബ്രിഗേഡിയർ വേണു നായർ കൂടി ചേരുന്നുണ്ട്.